ഇനിയിപ്പോ ഇതിന്റെ പുറത്ത് കേസ് വരുമെന്ന് അറിയത്തില്ല. ഒരുപാട് രാജാക്കന്മാര് രഹസ്യമായിട്ട് ഈ പരിപാടി കാണിക്കും. ചെന്നൈയിൽ നിന്ന് ഡോക്ടർ ബാലമുരളി കൃഷ്ണ, നമ്മുടെ വിദ്യാസാഗർ, ഇളയരാജ, പിന്നെ കീരവാണി. അടുത്ത ടാസ്ക് ഇളയരാജ സാറിനൊക്കെ. ഞങ്ങൾ ചെന്ന് താണ തൊഴുതൊക്കെ നിന്ന് മുട്ടിടി തുടങ്ങി. നീ പാട്ട് കേട്ട പുള്ളി, നീ പാടണ, നീ ഇരുന്നാ മതി, നീ പാടണ്ട. അല്ല, പേടിപ്പിച്ച പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെ പേടിക്കാതിരിക്കൂ. 300 രൂപ വാടകയ്ക്ക് എടുത്തിട്ടാ ചെയ്യണ. ഇതിട്ട് അവസാനം ഇദ്ദേഹം പാതി ഒഴുകിച്ച് മുങ്ങും, പ്രൊഡ്യൂസറും കൈമറുത്തും. എന്ത് വർക്ക് ചെയ്താലും കാശ് കയറില്ല. അത് കഴിഞ്ഞിട്ട് ഒരു വിവരം പിന്നീട് ഫോർ സെയിലൊക്കെ നടക്കുന്നുണ്ട്. ഫോർ സെയിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ കാണുന്ന സ്ഥലത്ത് വെച്ചില്ല ഇടിക്കുമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ പ്രൊഡ്യൂസർ ഇടിക്കും, ചേട്ടാ കർണം അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ പറഞ്ഞു. പുള്ളി എന്റെ തൊട്ടടുത്തിരിക്കുകയാണ്. ശരിയായിരുന്നു കേട്ടാ, അവനൊരു തന്തയില്ലാത്തവനാണ്. അത്രയും വിഷമിപ്പിച്ചിട്ടാണ് സന്തോഷം ഉണ്ടെന്ന് പറയാം. എല്ലാവർക്കും കേൾക്കണമെന്ന കാര്യം. കുട്ടികളുടെ എല്ലാ ചെറുപ്പക്കാരുടെ ഫോണുകളിൽ ഈ പാട്ടുകളെ കേൾക്കണം. എന്നിട്ട് വേണം ആൾക്കാരെ വെറുപ്പിച്ച് നിങ്ങളുടെ ചാനലിൽ കൊണ്ട്. ചേട്ടാ, ഇപ്പം അതായത് നമ്മളൊരു യൂട്യൂബിൽ ഒരു കണ്ടന്റ് ഇടുമ്പോഴത്തേക്കും ഈ തമ്പലയിലും വെക്കാനും ഇത് ഹിറ്റായി പോകാനും എന്തെങ്കിലും ഒരു ക്രൂക്ക് ചോദിക്കണമല്ലോ. അതുപോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്നാ ഞാനൊക്കെ അത്ര കണ്ടന്റ് റൈറ്റർ ഒന്നുമല്ല. അല്ല, അത് അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്നാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒന്ന് വെട്ടിക്കണ്ടിച്ചിടാനായിട്ട് എന്തെങ്കിലും ഒരെണ്ണം വേണ്ടേ, അതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ഇളയരാജയെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു. എന്നാല് ഈ ഇളയരാജ എന്ന് പറയുന്ന വ്യക്തി ഇനിയിപ്പോ ഇതിന്റെ പുറത്ത് കേസ് വരുമെന്ന് അറിയത്തില്ല. അപ്പം ഇദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടെടുത്ത ഉടനെ കേസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇത് അദ്ദേഹം മാത്രമല്ല. ശരിക്കും നമ്മൾ ഓർക്കും അത് ഒരു ഇളയരാജ മാത്രമായിരിക്കും ഇങ്ങനെ കാണിക്കാനില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഗായകൻ വരെയായിട്ട് നമ്മൾ ഒരുപാട് രാജാക്കന്മാര് രഹസ്യമായിട്ട് ഈ പരിപാടി കാണിക്കുന്നു. അദ്ദേഹം അത് വെട്ടിത്തുറന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ പറ്റിയിട്ട് എന്താണ് ശരിക്കും പറഞ്ഞാല്? ഇതിന് കോപ്പിറൈറ്റ് അത് നല്ലതാണ്, പക്ഷെ അത് പ്രൊഡ്യൂസർക്ക് അവകാശപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഇവർക്ക്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് ഇവരൊക്കെ പറയുന്നൊക്കെ ഓക്കെ, പക്ഷെ ഈ രാഗം ഉണ്ടാക്കിയ ആൾക്കാണല്ലോ ഇതിന് മൊത്തം കാശ് കൊടുക്കുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം. ഞങ്ങള് ഈ ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. നല്ല കാര്യം പറയുമ്പോ മൈക്കിച്ചിരെ. അപ്പോ ഞങ്ങൾ ഗുരു പൗർണമി എന്നൊരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അത് മലയാളത്തിലെ 27 സീനിയർ സംഗീത സംവിധായകരെ ആദരിക്കാൻ വേണ്ടി ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ തീരുമാനിച്ചൊരു പ്രോഗ്രാം ആയിരുന്നു ഗുരു പൗർണമി. അതിൽ ഒരുപാട് വളരെ ശ്യാം സാറ്, നമ്മുടെ ഏകാന്ത ചന്ദ്രിക ബാലകൃഷ്ണൻ സാർ, പിന്നെ നമ്മുടെ ജയവിജയ, അങ്ങനെ എല്ലാവരും ആദരിച്ച ചടങ്ങ്. അപ്പോ ചെന്നൈയിൽ നിന്ന് ഡോക്ടർ ബാലമുരളി കൃഷ്ണ, നമ്മുടെ വിദ്യാസാഗർ, ഇളയരാജ, പിന്നെ കീരവാണി, പിന്നെ മെയിൻ നമ്മുടെ മലയാളത്തിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് 1-2 പേരുണ്ടായിരുന്നു. പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പൊ എസ് എ രാജ്കുമാർ. അപ്പൊ പുള്ളിയൊക്കെ അവിടെ ചെന്നപ്പോ തന്നെ ഞാൻ ഈ മ്യൂസിക് യൂണിയന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം കെട്ടിപ്പിടിച്ച് മറ്റേ കൂടെ ആളെ വരുത്തുന്നുണ്ട്. എല്ലാരെയും ബാലമുരളി കൃഷ്ണ സാറിന്റെ വീട്ടിൽ പോയി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. അപ്പൊ കീരവാണിയെ കാണാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോഴ് പുള്ളി പറഞ്ഞ ഒരു വലിയൊരു വർക്കിന്റെ കമ്പോസിങ്ങും റെക്കോർഡിങ് നടക്കുക, വലിയൊരു വർക്ക്. അപ്പൊ ഞാനൊക്കെ വെച്ചാൽ പുള്ളി എന്താ ജാട കാണിക്കണം, എന്തോന്ന് വലിയ വർക്ക്, ഏതായിരുന്നു വലിയ വർക്ക്? ബാഹുബലി. പുള്ളി കാണാൻ പറ്റില്ല, പക്ഷെ പുള്ളി ഫോണിൽ സംസാരിച്ച്, സാർ ரொம்ப സോറി സാർ, വെരി വെരി സോറി, അപ്പോ ഇങ്ങനെ പ്രശ്നമാണ്, വലിയ പ്രൊജക്റ്റാണ് സാർ. അപ്പൊ ഞാൻ ഇയാളെന്തെന്ന്, നമ്മള് സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാ, ഒരാൾ വരുമ്പോ ഒരു മണിക്കൂർ കാണാൻ. പക്ഷെ ബാഹുബലി കണ്ടപ്പോഴും ഒരു ശ്വാസം വിടാൻ പോലും ചിലപ്പോ സമയം കിട്ടി കാണൂല. അങ്ങനെ ഇളയരാജ സാറിനെ കാണുമല്ലോ. ബാലമുരളി കൃഷ്ണൻ പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ പുള്ളിയുടെ മകളുടെ സ്ഥലത്ത് കൊണ്ട് അങ്ങനെ വീട്ടിൽ പോയി വൈഫിന് നമ്മൾ ഉപഹാരമൊക്കെ കൈമാറി. അടുത്ത ടാസ്ക് ഇളയരാജ സാറിനെ കാണും. പേടിയുണ്ടായിരുന്നു അവിടെ പോകുമ്പോ എല്ലാരും? എനിക്കാരെ പേടിക്കണം, ഞാൻ എന്തിനാ പേടിക്കണം? ഞാൻ എനിക്ക് അങ്ങനെ പേടിയുള്ള ആളൊന്നുമില്ല. ഞാൻ മമ്മൂക്കയെ കണ്ടപ്പോഴേ തന്നെ എല്ലാരും പറഞ്ഞു, മമ്മൂക്ക ഇപ്പൊ എന്നെ അടികിട്ടുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു. നമുക്ക് എല്ലാവരുടെ സ്നേഹവും ബഹുമാനുണ്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ രാജാ സാറിനെ കാണാൻ വേണ്ടി 3 ദിവസം വെയിറ്റ് ചെയ്തു. 3 ദിവസം വെയിറ്റ് ചെയ്തപ്പോഴും പുള്ളിയുടെ മാനേജർ, സാർ ரொம்ப ബിസി സാർ, ഇപ്പൊ നടക്കാതെ, ഇന്ന് നടക്കാതെ, നാളെ കൂപ്പിടുങ്ക സാർ എന്നൊക്കെ പറഞ്ഞു മാറ്റാം. അപ്പോൾ 3 ദിവസം ഞങ്ങൾക്ക് തിരിച്ചു പറഞ്ഞു. ഇവിടെ ബാക്കി അതിന്റെ കോർഡിനേഷൻ നടക്കില്ല. അപ്പോൾ ഞാൻ റോബിൻ തിരുമലയെ പോയത്. അപ്പൊ അവസാനം ഞാൻ ഈ എസ് എ രാജ്കുമാറിനെ വിളിച്ചു പറഞ്ഞു, സാർ എന്ത് സാർ, ഞങ്ങളൊരു സംഘടനയുടെ
ഈ ഭാരവാഹികളല്ല, അപ്പൊ ഇതൊരു ഇൻസൾട്ടേഷനാണ്. ഇപ്പൊ 3 ദിവസമായിട്ട് ഇളയരാജ സാറിനെ കാണാൻ വേണ്ടിയതല്ലേ, പുള്ളിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞാൽ ഇയാൾ വിളിച്ച് ഇളയരാജ സാറിന്റെ മാനേജർ ഒരു വരട്ട് വരുത്തി. 5 മിനിറ്റ് കോൾ, രാവിലെ 7 മണി കോൾ വന്നു, സാർ 9 o'clock സ്റ്റുഡിയോയില് രാജ സാർ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ റോബിൻ തിരുമല ഞാനും ചെന്നപ്പോൾ സ്റ്റുഡിയോയുടെ ബാക്കിൽ പുള്ളിക്കൊരു, അതോ പ്രസാദ് സ്റ്റുഡിയോ, പ്രസാദ് അകത്ത് ഒരു ഇടവഴി കൂടെ ഒക്കെ പോയിട്ട് അവിടെ ചെന്നൊരു വിശാലമായൊരു വേറെ വലിയ ബിൽഡിങ്. അവിടെ ചെന്നപ്പോൾ ഒരു വിസിറ്റിംഗ് റൂമിൽ 1-2 കസേരകളുണ്ട്. ഇങ്ങനെ ഇദ്ദേഹം ഉലാത്തതാണ് രാജാ സാറ്. അപ്പൊ ഞങ്ങൾ ചെന്ന് താണ തൊഴുതൊക്കെ നിന്ന് ഒന്നും മിണ്ടണില്ല. അപ്പൊ റോബിൻ ചേട്ടൻ മുട്ടിടി തുടങ്ങി. പുള്ളി ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഞാൻ സാർ വണക്കം സാർ, ആ നിങ്ങൾ കേരള എന്നാ തമിഴ് ഞാൻ പറഞ്ഞത് ശരിയല്ല. അപ്പൊ രാമ സാർ എന്നാ, ഞാൻ സാർ ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഓണർ ചെയ്യുന്ന പ്രോഗ്രാമാണ്, അപ്പോൾ അങ്ങാണ് ചീഫ് ഗസ്റ്റ് വരണമെന്ന് പറഞ്ഞു. വരക്കൂടാതെ, എനിക്ക് ரொம்ப ബിസി, വര മുടിയാത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇന്ന് കാലയിലെ സാർ ഞാൻ ഉങ്ങളെ ரொம்ப ഫാൻ സാർ, இந்த காலையில உங்களை பாட்டு பாடிரு, കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ എന്ന് പാടി പുള്ളി ചിരിച്ച്. അതുവരെ മസിൽ പിടിച്ചിങ്ങനെ നടന്നാണ് ഈ പാട്ട് കേട്ടപ്പോ ചിരിച്ച്. എന്നാ പ്രോഗ്രാം? അപ്പൊ ഞാൻ പറഞ്ഞു, സാർ உங்களுக்கு സംഗീത സാമ്രാട്ട് അവാർഡാണ് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളി പിന്നെ ചിരിച്ചോണ്ട് ഇരിക്കാൻ പറഞ്ഞു. നീ പാട്ട് കേട്ട പുള്ളി, നീ പാടണം, നീ ഇരുന്നാ മതി, നീ പാടണ്ട എന്നുള്ള ലെവലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നിട്ട് പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു പറഞ്ഞത്. അല്ല, മ്യൂസിക് ഡയറക്ടറാണെന്ന് അറിയാലോ. അന്നവിടെ പറയാൻ സമ്മതിക്കരുത്. പുള്ളിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ പറയാൻ തോന്നുന്നില്ല. പേടിയല്ല, നമുക്കൊരാൾ സംസാരിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു പുഞ്ചിരിയുടെ ലെവലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് കല്ലുപോലെ ഒരു മുഖം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെ ചിരിച്ചിരുന്നപ്പോ പറഞ്ഞു, ഇങ്ങനെ സാറ് വരണം, നമ്മൾ സാറിന് അറിയില്ല തമിഴ്നാട്ടിനെപ്പോ അതിനേക്കാളും ഫാൻസ് കേരളത്തിനാണുള്ളത് എന്ന് പറഞ്ഞപ്പോ ഞാൻ മാക്സിമം നോക്കാം, ഞാൻ എന്തായാലും വരാൻ ശ്രമിക്കാം എന്നൊരു വാക്ക് പുള്ളി പറഞ്ഞായിരുന്നു. പക്ഷെ എന്തോ നമ്മുടെ നിർഭാഗ്യവശാൽ അന്ന് സംഭവിച്ചത്, ആ ഡേറ്റിനായിരുന്നു അന്നത്തെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ജയലളിത 10 ദിവസം ജയിൽവാസമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അധികാരത്തിൽ വന്ന ദിവസമായിരുന്നു. അന്നത്തെ ദിവസം 10 മണിക്കായിരുന്നു ഫംഗ്ഷൻ. അപ്പോ വിദ്യാസാഗറിനും ഇവർക്കും പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ രാജ്കുമാറും ബാക്കിയുള്ളവരൊക്കെ വന്നായിരുന്നു. അപ്പൊ വിദ്യാസാഗർ ഇളയരാജ മാനേജർ വിളിച്ചു പറഞ്ഞു, സാർ ഇന്നൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ ഫെഫ്സിയുടെ ചെയർമാൻ ഉണ്ട്, ശിവ എന്ന് പറഞ്ഞ ക്യാമറമാനാ. പുള്ളി ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ട്രെയിൻ പിടിച്ച് കോയമ്പത്തൂർ വന്നിട്ട് കോയമ്പത്തൂർ ടാക്സി എടുത്ത് ഈ വേദി നമ്മുടെ ഗോകുലം പാർക്കിൽ നടക്കായിരുന്നു. അന്ന് 1 മണിക്ക് ഷോ കഴിഞ്ഞ 11 മണി പുള്ളി സ്റ്റേജിലെത്തിയിരുന്നു. എന്നിട്ട് പുള്ളിയുടെ മെസ്സേജ് അവിടെ പറഞ്ഞു, ഇളയരാജ സാർ ഇങ്ങനെ പറഞ്ഞു, വരാൻ പറ്റിയില്ല. അതാണ് ഇളയരാജ സാറിന്റെ കാര്യം. ഇത്രയും സിമ്പിളായി രാജാ സാർ ഈടെ പറയുണ്ടല്ലോ, ആരും മലയാളത്തിൽ നിന്ന് തന്നെ പാട്ട് പാടാൻ ഇത് ചെയ്യിപ്പിക്കാനായിട്ട് വിളിക്കുന്നില്ല, അവർക്ക് പേടിയാന്നൊക്കെ പറഞ്ഞതായിട്ട് ഇങ്ങനെ. അല്ല, പേടിപ്പിച്ച പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെ പേടിക്കാതിരിക്കൂ. അയച്ചേട്ടാ, ഇപ്പൊ നേരത്തെ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ചെയ്തു, അത് ചെയ്തു, പക്ഷെ ഇപ്പൊ അങ്ങനെ അവസരങ്ങൾ കുറവാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അയത്തേട്ടനെ പറ്റിയിട്ട് വേറൊരു സംഭവം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സിനിമയ്ക്ക് വളരെ ആത്മാർത്ഥമായിട്ട് മ്യൂസിക് ചെയ്തിട്ട് നിങ്ങൾ ആ മ്യൂസിക് കൊടുത്തില്ല എന്നുള്ളത്. ശരിക്കും അതൊരു ഒരു മ്യൂസിക് ഡയറക്ടർ കലയെ സ്നേഹിക്കണ്ടേ? പണത്തെ മാത്രം സ്നേഹിച്ചാൽ മതിയോ? നിങ്ങൾ എന്തുകൊണ്ട് അത് കൊടുത്തില്ല? അത് മോശമല്ലേ അങ്ങനെ കാണിക്കുന്നത്? ഒരു പടത്തെ നശിപ്പിക്കുക, മ്യൂസിക് കൊടുക്കാതിരിക്കുക, ഇതൊക്കെ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ചേർന്ന പരിപാടിയാണോ അത്? അതായത് ആരാണ് ഈ ഇങ്ങനത്തെ അപവാദ കഥകൾ പറയുന്നത്? അപവാദ കഥകൾ പറയുന്ന ആൾക്കാരുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപവാദ കഥയൊന്നുമില്ല, സത്യമാണത്. അപവാദ കഥയൊന്നുമില്ല, വളരെ സത്യമാണ്. അതിലെന്താണ് സത്യാവസ്ഥ? എന്താണത്? അതായത് വർഷങ്ങളോളം തേച്ച് വന്നിട്ട് അവസാനം തേപ്പിന്റെ അവസാനം ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമല്ലോ, അതാണ് സംഭവിച്ചത്. നമ്മുടെ എനിക്കിപ്പോ ആരെയും പേര് പറയാൻ മടിയൊന്നുമില്ല. ചിലവർ പറയും ഞാൻ അവരുടെ മാന്യത കരുതി പേര് പറയാ, നമ്മൾ വലിയ ആളൊന്നുമില്ല, പക്ഷെ പറയുമ്പോ പേര് പറഞ്ഞില്ലേ മോശം. അത് നമ്മുടെ സതീഷ് അനന്തപുരി എന്നൊരു ഡയറക്ടർ ഉണ്ട്, എന്റെ ട്രിവാൻഡ്രം നാട്ടുകാരനാണ്. അപ്പൊ ഇദ്ദേഹമായിട്ട് കുറെ വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഇയാളുടെ വർക്ക് ചെയ്തിട്ടുള്ള ബന്ധമാണ്. ഈ ഇത്രയും വർഷങ്ങൾ വർക്ക് ചെയ്തിട്ട് കാശ് തരാറില്ല. എപ്പോഴും എന്തെങ്കിലും 2-3 സീരിയൽ ചെയ്തിട്ടുണ്ട്. മോഹചക്രം എന്നുള്ള ദൂരദർശൻ സീരിയല്, പിന്നെ ഒരു ഹൊറർ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ സമയത്തൊന്നും ഈ കാശ് തരാറില്ല. ഞങ്ങള് ആ സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയമാണ്. അപ്പോ ഈ
രക്ഷപ്പെടണം, വലിയ ആളാവണം, ചാൻസ് കിട്ടണമല്ലോ. അങ്ങനെ അന്ന് എനിക്ക് കീബോർഡ് സ്വന്തമായിട്ടൊന്നുമില്ല. അന്ന് സീക്വൻസ് ചെയ്യുന്ന കീബോർഡ് N3 എന്ന് പറഞ്ഞ കോർഗിന്റെ കീബോർഡാണ്. 60,000 65,000 രൂപ വിലയുള്ള കീബോർഡ്. അന്ന് വാങ്ങാൻ വീട്ടുകാർ സമ്മതിക്കില്ല. 300 രൂപ വാടകയ്ക്ക് എടുത്തിട്ടാ ചെയ്യണം. ഇതിട്ട് അവസാനം ഇദ്ദേഹം പാതി ഒഴുകിച്ച് മുങ്ങും, പ്രൊഡ്യൂസറും കൈമലത്തും. പിന്നെ രഹസ്യമായിട്ട് അമ്മയുടെ മാലയും അല്ലെ നമുക്ക് ഉണ്ടായി തന്നെ മോതിരവും മാലയും കൊണ്ട് പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും ഈ കീബോർഡുകാരൻ. അവൻ വീട്ടിൽ നിൽക്കില്ലേ, നിന്നിട്ടുണ്ട്, വാടക കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇയാൾ കുറെ വർഷമായിട്ട് തേക്കുണ്ടായിരുന്നു. അതായത് എന്ത് വർക്ക് ചെയ്താലും കാശ് തരില്ല. അപ്പോ ഇവിടെ എറണാകുളത്ത് വന്നപ്പോഴും, അപ്പൊ ഞാൻ എറണാകുളത്ത് വന്ന്, പുള്ളിയും എന്റെ ഭാഗ്യത്തിന് എറണാകുളത്ത് വന്നു. ഇവിടെ ഒന്ന് ഒരു സിനിമ ചെയ്തപ്പോ എന്നോട് മക്കൾ ഭയങ്കര സ്നേഹം, മക്കളെ മോനെ എല്ലാരും മോളെ എന്നൊക്കെ വിളിക്കും. കാശെന്നല്ല, വേറെ രീതിയിൽ എല്ലാരും മോളെ മക്കളെ എന്നൊക്കെ വിളിക്കും. അപ്പൊ ഒരു സിനിമ ഫോർ സെയിൽ എന്നുള്ള പടം ചെയ്യാൻ പോയി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അജി ഇടയ്ക്ക് അജി നമുക്ക് 4 പാട്ടാണ്, 4 പാട്ട് ചെയ്യണം. അപ്പൊ നമുക്കൊരു 3 ലക്ഷം രൂപ ചെയ്യാം. ഞാൻ പറയാം പിന്നെ 3 ലക്ഷം രൂപയിട്ട് അടിപൊളിയായിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പ്രൊഡ്യൂസറെ കാണുന്നുണ്ട്. അപ്പൊ പ്രൊഡ്യൂസർക്ക് പോണതിന് വേളറുണ്ട്, ഞാൻ നിങ്ങളെ സർപ്രൈസ് ആയിട്ട് നിങ്ങളെ, അതായത് ഭഗവാൻ എന്നുള്ള സിനിമ ചെയ്ത മ്യൂസിക് ഡയറക്ടറാണ്, ഒരുപാട് സീരിയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അന്ന് അതിന്റെ ഓഡിയോ ലോഞ്ചിനാണ് അവതരിപ്പിക്കാൻ പോകണം, ലോഞ്ചിന്, അത് പടത്തിന്റെ ലോഞ്ചിനാണ് അവതരിപ്പിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. എന്നെ കൊണ്ട് 3-4 പാട്ടും ചെയ്യിച്ചിട്ട് നമ്മുടെ ശരത്തേട്ടനെ വിളിച്ച്, ശരത്തിന്റെ വയലാർ ശരചന്ദ്രവർമ്മയില്ലേ, പുള്ളിയെ വിളിച്ചിട്ട് ഒരു സാഡ് സോങ് പറഞ്ഞ് ഇരുന്ന് ഞങ്ങൾ ഒരു ദിവസം ഇരുന്ന് കമ്പോസ് ചെയ്ത് പാവം പുള്ളി അവിടെ നിന്ന് വണ്ടിക്കൂലി പുള്ളി കൊടുത്തതിന് കൊടുത്തതാണെന്നാണ് വിചാരിക്കണം. പുള്ളി ചേർത്തലെന്ന് വന്ന് ഞങ്ങൾ ഇരുന്ന് ആ പാട്ടൊക്കെ ഓക്കെ ആക്കിയിട്ട് ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ ഭക്തിഗാനം, ക്രിസ്ത്യൻ ഭക്തിഗാനം. അങ്ങനെ ലോഞ്ച് വന്നു. ലോഞ്ചിന് എന്നെ തന്നെ അവതരിപ്പിച്ചു. പക്ഷെ പ്രൊഡ്യൂസർക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല കേട്ടാ. പ്രൊഡ്യൂസർ എന്നെ കൊണ്ട് മൈൻഡ് ചെയ്തൊക്കെ അതുവഴി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോ മ്യൂസിക് ഡയറക്ടർ അജിത് സുകുമാരൻ മ്യൂസിക് ഡയറക്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അനൗൺസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഏതൊരു ഡബിങ് ആയിട്ട് ആരാണ് വിളിച്ചു പറഞ്ഞത്, ചേട്ടാ നിങ്ങളല്ലേ അന്ന് ഫോർ സെയിൽ എന്ന പടത്തിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ റിയാനില് അതിന്റെ കമ്പോസിങ് നടക്കണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴ് ലണ്ടനിലുള്ള ഒരു മ്യൂസിക് കമ്പോസർ, അവന്റെ പേരെനിക്ക് മറന്നുപോയി, കുറച്ച് നാളായി. പുള്ളിയുടെ 3 ലക്ഷം രൂപ അങ്ങോട്ട് വാങ്ങിയിട്ട് ഇവര് പുള്ളിയെ മ്യൂസിക് ഡയറക്ടർ ആക്കിയിട്ട് പാട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അന്ന് ഫെഫ്കയിലൊക്കെ നമ്മുടെ യൂണിയനൊക്കെ തുടങ്ങിയ സമയമാണ്. ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ച് വരട്ടി ഫെഫ്കയിൽ പരാതി കൊടുക്കും. എനിക്ക് കാര്യം മ്യൂസിക് കമ്പോസിന് തെളിവുണ്ടല്ലോ, പൈസ തന്നില്ലെങ്കിൽ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ അവസാനം റീ റെക്കോർഡിങ് തരാമെന്ന് പറഞ്ഞിട്ട് റീ റെക്കോർഡിങ് തന്നു. അങ്ങനെ ഫോർ സെയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മറ്റേ കമ്പോസ് ചെയ്ത പാട്ടും കുറെ പ്രോഗ്രാം ചെയ്തൊക്കെ പോയി, അതൊക്കെ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരു പൂജ നടത്തി. സ്ഥിരം പുള്ളിക്ക് പൂജയും, ഈ പൂജയ്ക്കല്ല നമ്മള് പറഞ്ഞ പോലെ ചിലപ്പോ നടക്കുമല്ലോ, ചിലപ്പോ നടന്നാലോ, സിനിമയല്ലേ, സിനിമ കിട്ടണതല്ലേ, നമുക്ക് ആരാ സിനിമ പറഞ്ഞ. അങ്ങനെ റിജു ജോസ് എന്ന് എൻ്റെ ഫ്രണ്ടിന്റെ സ്റ്റുഡിയോ ഉണ്ട്, സാരംഗി സ്റ്റുഡിയോ, അവന്റെ അവിടെ വെച്ച് ഒരു പൂജ, ഹൊറർ സിനിമയാണ്. അപ്പൊ പാടാനൊരു പാട്ടില്ല നമ്മുടെ ഒരു പാട്ട്, പുള്ളിയുടെ വരിയാണെന്ന് തോന്നുന്നു കേട്ടോ, ഇത് ലിറിക്സ് പുള്ളി എഴുതിയിരുന്നു, നല്ല വരികളാ കേൾക്കും തന്നെ. പിന്നെ അതൊരു പാട്ട്. പിന്നെ വേറൊരു സിനിമയ്ക്ക് ഒരു ദിവസം ഏതൊരു പ്രൊഡ്യൂസറെ പറ്റിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞ് രാവിലെ എടുത്തിട്ട്, മോനെ ഞാനൊരു ലിറിക്സ് അയച്ചു തരാം, അത് ഞാൻ എഴുതിയ പാട്ടാണ്, അപ്പോൾ നമുക്ക് വൈകുന്നേരം റെക്കോർഡ് ചെയ്യണം, ട്രാക്ക് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ആദ്യത്തെ പെണ്ണെ ആരോമലെ നിന്നെ ആരുമെനഞ്ഞി ചേലിൽ, ഇതാണ് ട്യൂണ്. വരി നല്ലതാണ് കേട്ടോ, നല്ല ലിറിക്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ചെന്നപ്പോൾ 2 പ്രൊഡ്യൂസർമാർ വന്നു. അവന്മാരെ ഈ പാട്ട് റെക്കോർഡിങ് ചെയ്തിട്ട് എനിക്കെന്നു 15 രൂപ വന്നു. എന്തോ അതിശയം, ആദ്യമായിട്ട് 15,000 രൂപ കിട്ടി. അവന്മാരെ ചിലപ്പോൾ 1.5 ലക്ഷം രൂപ വാങ്ങിക്കാണ്. അത് കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു വിവരം, പിന്നെയാണ് ഫോർ സെയിലൊക്കെ നടക്കുന്നുണ്ട്. ഫോർ സെയിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ കാണുന്ന സ്ഥലത്ത് വെച്ചല്ലേ ഇടിക്കുമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ ചാനൽ പ്രൊഡ്യൂസർ ഇടിക്കും. കാര്യം സിനിമ ചെയ്യുന്നത് 3.5 മണിക്കൂറുണ്ട്, മനസ്സിലായില്ലേ. ഞാൻ എൻ്റെ അസോസിയേറ്റിനെ കൊണ്ടുകൊടുത്തു. അസോസിയേറ്റിനെ ഷോട്ട് വയ്ക്കാൻ സമ്മതിക്കില്ല, സീരിയൽ പോലെ ഇങ്ങനെ ഷോട്ട് വയ്ക്കും. അങ്ങനെ ഭയങ്കര ഇഷ്യൂ ആയി. പ്രൊഡ്യൂസർ അവിടെ കണ്ടാലും ഇയാൾ ഇടിക്കും. ഇടിക്കണ രീതിയൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ക്യാമറയുടെ മുന്നിൽ പറയാൻ കൊള്ളാത്ത രീതിയിൽ ഉള്ള മർമ്മപ്രയോഗം പുള്ളി ചെയ്യണം പ്രൊഡ്യൂസർ. അങ്ങനെ ഈ പാടാത്തൊരു പാട്ടില്ല ഒക്കെ നടത്തി കുറച്ച് കഴിഞ്ഞിങ്ങനെ ഇയാളെ പറ്റി ഒരു അറിവില്ല. അപ്പൊ കഴിഞ്ഞ ഒരു 1.5 വർഷം എന്തോണം എൻ്റെ അടുത്തൊരു എക്സിക്യൂട്ടീവ് വിളിച്ചു പറഞ്ഞ്, ഹരിതേട്ടാ നിങ്ങളെ, അപ്പൊ ഈ പാട്ട് പറയും ഇയാൾ തന്നെ എല്ലാ മദ്യപാന സദസ്സിലും പാടും. ഈ പാടാത്തൊരു പാട്ടില്ല, എവിടെ ആദ്യത്തെ പെണ്ണയും പാടും. എന്നിട്ട് അജിത് സുകുമാരൻ മ്യൂസിക് ആണ് അവിടെ അനൗൺസ് ചെയ്യും.
അപ്പൊ ഇയാളുടെ മദ്യപാന സദസ്സിലുള്ളവർക്കല്ലേ പാട്ടുകൾ കാണാപ്പാടാ. അങ്ങനെ ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ പാട്ട് ഇവിടെ ഒരു മ്യൂസിക് പാടാനൊരു പാട്ടിലായിരുന്നു, നമ്മൾ അവിടെ നിന്ന് പുള്ളി നിന്ന് പാടിയ പാട്ട് നിങ്ങൾ കമ്പോസ് ചെയ്തതല്ലേ? ഞാൻ പറഞ്ഞ കമ്പോസ് ചെയ്ത്, അത് വേറൊരു മ്യൂസിക് ഡയറക്ടർ അത് റെക്കോർഡ് ചെയ്തു. ഇന്ന് ഏതൊരു പെങ്കൊച്ചിൻ്റെ 50,000 രൂപ വെച്ചിട്ട് അവളെ നിന്ന് കാശ് വെച്ച് റെക്കോർഡ് ചെയ്തു. ടൂറിന്റെ SS എന്ന സ്റ്റുഡിയോയിലായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ്, അല്ല ആദ്യത്തെ പെണ്ണെ നിങ്ങളെ പാട്ടല്ലേ? അത് ആദ്യത്തെ പെണ്ണെ ആരോ മലയോ പാടണ്ട കേട്ടാ, ഇത് നിങ്ങളുടെ ട്യൂണല്ലേ? ഞാനാണ്, പക്ഷെ മറ്റേ പാടാത്തൊരു പാട്ടില്ല നിങ്ങളുടെ ട്യൂണല്ലേ കേട്ടോ. അവനെന്തൊക്കെ അറിയാം, പക്ഷെ ആദ്യത്തെ പെണ്ണെ എന്നുള്ള അടുത്ത് നാളെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അയാള് സിനിമ ഇറക്കണം എനിക്കറിയാമല്ലോ. എന്റെ സകലം എന്റെ കമ്പ്യൂട്ടറിൽ ഇത് റെക്കോർഡ് ചെയ്ത കാലം മുതൽ എന്തൊക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം വിത്ത് ഡേറ്റ് കാണികൾ സിനിമ എനിക്ക് ഉണ്ടാക്കണം അറിയാമല്ലോ എന്ന് ഞാൻ അവൻ്റെ ഡയലോഗ് അടിച്ചു. അയാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഫോൺ വന്നു, മക്കളെ അനന്തപുരിയാണ് മക്കളെ. ഞാൻ പറഞ്ഞു എന്താ ചേട്ടാ? അതെ ഞാനൊരു പാട്ട്, നമ്മുടെ ആദ്യത്തെ പെണ്ണ എന്നുള്ളൊരു പാട്ട് നമുക്ക് പാടിക്കണമല്ലോ, എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു ചേട്ടൻ പറ, 25,000 രൂപ മതിയോ? ഞാൻ പറഞ്ഞു മതി, 25,000 രൂപ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോ എന്നിട്ട് പറഞ്ഞു നമുക്ക് ആരെ കൊണ്ട് പാടിക്കണം? അത് മധുബാലകൃഷ്ണൻ കൊണ്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മധുബാലകൃഷ്ണൻ പാടിക്കാനുള്ള ഡേറ്റായി. അതിന്റെ തലേദിവസമായിട്ടും ഈ പൈസ കിട്ടില്ല. ഈ 25,000 പറഞ്ഞിട്ട് ട്രാക്ക് ഉണ്ടാക്കണ്ടേ. രാത്രി ഒരു 10 മണിക്ക് ഞാൻ പറഞ്ഞു നാളെ പാട്ട് പാടി എനിക്ക് അഡ്വാൻസ് തരാതെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു 10 രൂപ അഡ്വാൻസ് ഇട്ടു. എന്നിട്ട് പിറ്റേ ദിവസം മധു ഒന്ന് പാടി, പ്രൊഡ്യൂസർ വന്നു, റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പം മധുവിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തു, എന്നിട്ട് അങ്ങ് പോയി. അപ്പോൾ സ്റ്റുഡിയോയുടെ കാശ് അപ്പോൾ ഇന്ന് മോനെ 10,000 രൂപ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. ഞാനൊരു അന്ന് എത്ര 3,000-4,000 രൂപ എന്നുള്ളൂ നമ്മുടെ ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോ, അവൻ്റെ സ്റ്റുഡിയോയിൽ പേയ്മെൻറ്റ് കൊടുത്തു. ഞാൻ പിന്നെ ഈ പൈസ ചോദിക്കുമ്പോൾ പുള്ളി പറയല്ലേ ഒരു ദിവസം ഫോൺ എടുത്തു, കുറേ ദിവസം ഫോൺ എടുക്കുന്നില്ല. അല്ല ഏത് പൈസ? അതിൽ നിങ്ങൾ 25,000 രൂപ പറഞ്ഞാൽ ഞാൻ മധുവിന് ഇത്ര കൊടുത്തില്ല, അതിൽ നിങ്ങളുടെ പൈസയും അതിന്റെ ബാക്കി പൈസ ഞാനല്ലേ കൊടുത്തത്. 25,000 മധുവിന്റെ പേയ്മെന്റ് നിന്ന് എന്റെ പൈസയും കൂടെ അല്ലേ കൊടുത്തേന്ന് പറഞ്ഞു. ഞാൻ പറയുമോ ശരി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഡ്യൂസർ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇയാൾ ഭയങ്കര ഉടായ്പാണ് കേട്ടാന്ന് പറഞ്ഞു പ്രൊഡ്യൂസർ അടുത്ത്. പ്രൊഡ്യൂസർ പറഞ്ഞു അജിത്ത് അയാളൊരു നല്ല മനസ്സുള്ള ആളാണ്, നല്ല മനുഷ്യനാണ്, നമുക്ക് അയാളെ രക്ഷപ്പെടുത്തണം, അയാൾക്ക് നല്ലൊരു അവസരം, നമ്മൾ എല്ലാ മനുഷ്യനും രക്ഷപ്പെടാനുള്ളൊരു അവസരമുണ്ട്. ഞാൻ പറയും ശരി രക്ഷപ്പെടുത്തിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് പാട്ട് കേൾക്കണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് പാട്ട് പ്രോഗ്രാമിങ് ചെയ്ത് കളമശ്ശേരിയിൽ വന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നില്ല, അവിടെ ബിസ്മിയുടെ അവിടെ പോയിട്ട് എൻ്റെ കാറിൻ്റെ പാട്ട് കേൾപ്പിച്ച്. മക്കളെ പാട്ട് സൂപ്പർ കേട്ടോ, സൂപ്പർ അടിപൊളിയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രാക്കും അതിൻ്റെ മറ്റേ 5.1 മിക്സ് ചെയ്യാനുള്ള ട്രാക്കൊക്കെ തന്നെ. ഞാൻ ട്രാക്ക് തരാം, ബാക്കി പൈസ അത് ഏത് പൈസ? ഞാൻ പറയാം എനിക്ക് എത്ര രൂപ വന്നു? അത് 15 രൂപ വന്നു, അല്ല 10 രൂപ വന്നു. ഞാൻ ബാക്കി പൈസ അത് മധുവിന് കൊടുത്തില്ലേ എന്ന്. ഞാൻ പറഞ്ഞു തൻ്റെ ഉടായ്പ എൻ്റെ മേലെ താൻ ഇത്ര വർഷം എന്നെ തൻ്റെ കർണം അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ പറഞ്ഞു. പുള്ളി എൻ്റെ തൊട്ടടുത്തിരിക്കുകയാണ്. പുള്ളി പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ നോക്കുക പ്രൊഡ്യൂസർ സ്പീഡിൽ കാർ എടുത്തുകൊണ്ട് തിരിച്ചങ്ങ് പോകണം, ഒന്നുമില്ല. ഞാൻ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പിറ്റേ ദിവസം വിളിച്ച ഫോൺ എടുത്ത് പറഞ്ഞു ഞാൻ വിനോദേ എന്താ പാട്ടിട്ട് പുള്ളി ഇങ്ങനെ ഇറങ്ങിപ്പോയല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല നിങ്ങളുടെ മ്യൂസിക് കൊള്ളൂല, പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ശരി വളരെ സന്തോഷം. കാശ് തരാതിരിക്കാൻ വേണ്ടിട്ട് കാശ് തരണ്ട, പക്ഷെ അതുകൊണ്ട് ഇയാൾക്ക് ഈ കാശ് കൊടുക്കാതെ പാട്ട് കിട്ടില്ല എന്നൊക്കെ മനസ്സിലായപ്പോ അയാളെ കൊണ്ട് വേറെ പാട്ട് ചെയ്യിച്ചു. ആ പ്രൊഡ്യൂസർ കൊണ്ട് കാശ് മുടക്കി പടം ഇപ്പോഴെന്തോന്ന് റിലീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം പ്രൊഡ്യൂസർ രാത്രി 11 മണി വിളിച്ച് പറയണം അജിത്തേട്ടാ നിങ്ങൾ പറഞ്ഞ വളരെ ശരിയായിരുന്നു കേട്ടാ, അവനൊരു തന്തയില്ലാത്തവനാണ്. അതെനിക്ക് ഞാൻ വിചാരിച്ച അയാളെ രക്ഷപ്പെടുത്താൻ വിചാരിച്ചേ, അയാൾ ഭയങ്കര എന്നെ ഒരുപാട് കാശ് കളഞ്ഞു. ഞാൻ പറഞ്ഞു ഇതല്ലേ തൻ്റെ ഞാൻ മലയാളത്തിൽ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സതീഷ് അനന്തപുരി എന്നുള്ള ആ ഒരു അധ്യായം അവിടെ സമാപിച്ചു. കുറെ വർഷം നമ്മൾ തേച്ചിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി കലാകാരന് വേണ്ടി ഒരുപാട് അപമാനങ്ങളും സഹിച്ച് നമ്മുടെ പഠിത്തവും ഉപേക്ഷിച്ച് ഇതിന്റെ പുറകെ നടക്കുമ്പോഴേ നമ്മളെ ചൂഷണം ചെയ്യാനും, പക്ഷെ അതിന്റെ റിസൾട്ട് പോലും പുറത്തു വരില്ല. അതാ അതിന്റെ റിസൾട്ട് വരുന്ന വർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. വളരെ ഞാനല്ല പേര് ഞാൻ പറയും, ആരെ പേരും പറയും. കാര്യം നമ്മളെ ബുദ്ധിമുട്ടിച്ചുള്ള ഒരു പേരിങ്ങനെ ആര് ചോദിച്ചാലും ഞാൻ പറയും. ഏതായാലും അയിത്തേട്ടാ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും വിഷമിപ്പിച്ചിട്ടാണ് സന്തോഷം ഉണ്ടെന്ന് പറയാൻ. എന്റെ മൂടൊക്കെ പോയി. മൂട് പോകാതിരിക്കാൻ വേണ്ടിട്ടാ പെട്ടെന്ന് നിർത്താമെന്ന് വിചാരിച്ച്. ശരിക്കും പറഞ്ഞാല് നമുക്കറിയാം ഇത്തേണ്ട സംസാരം കേൾക്കുമ്പോഴറിയാം ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നില്ല, ഒരുപാട് വ്യക്തികളുടെ കയ്യിൽ നിന്നും തേപ്പും സാമ്പത്തികമായിട്ടും എല്ലാമായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ
നിലനിന്ന് പോണ്ട, അതിൻ്റെ ഒരു ഭാഗ്യമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കണം. ചെറിയ വർക്കായാലും ഫീൽഡിലുണ്ടല്ലോ, നമ്മളെന്തായാലും ഈ ഫീൽഡിലേക്ക് ചാടി ഇറങ്ങി. ഒരുപാട് പഠിക്കാനുള്ള മാർഗങ്ങളും ജീവിക്കാനുള്ള മാർഗങ്ങളും വേറെ ഉണ്ടായിരുന്നു, അതെല്ലാം ഉപേക്ഷിച്ച് കലാകാരനാകാൻ വേണ്ടി ഇറങ്ങി. പിന്നെ വെല്ലുവിളികൾ എപ്പോഴും നേരിട്ട് അതൊരു സന്തോഷമായിട്ട് കരുതിക്കൊണ്ടിരിക്കുക. വളരെ സന്തോഷം. അപ്പൊ തീർച്ചയായിട്ടും ഇനി മലയാള സിനിമ എന്നല്ല, നല്ല നല്ല സിനിമകൾ, അന്യഭാഷ സിനിമകളായാലും മലയാള സിനിമയിലായാലും നല്ല നല്ല ഗാനങ്ങൾ കമ്പോസ് ചെയ്യാനും. അന്യഭാഷ സിനിമ ഇനി എനിക്ക് ഡബിങ് ചെയ്യണമെന്നില്ല താല്പര്യമൊന്നുമില്ല. കാശും തരില്ലെന്നേ. സാധാരണ അന്യഭാഷ ചെയ്താലും അവിടെ നിന്ന് ഈ കാദർസം തന്നെ നമ്മുടെ ഫ്രണ്ടാ. അല്ലു അർജുൻ കേൾക്കണമെന്നുള്ള കാര്യം. നമുക്ക് കാശ് വാങ്ങി വളരെ കുറഞ്ഞ കാശ്, വെളി പറയാൻ പറ്റാത്ത പേയ്മെന്റ്, അതും വാങ്ങാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആണോ? ഉറപ്പായിട്ട്. ശരി. ഈ വീഡിയോ എപ്പോഴും അവരൊക്കെ സ്വന്തമായിട്ട് ഈ പടങ്ങൾ വെച്ച് ഇഷ്ടം പോലെ കാശ് വാരിട്ട് പാട്ടൊക്കെ ഭയങ്കര ഒരു പാട്ട് അതായത് ഈ ലിറിസിസ്റ്റിന്റെ കൂടെ 3 ദിവസം പോയിരിക്കണം. സ്റ്റുഡിയോ കിടന്നാൽ 5 മണിക്കൂർ ഈ പാട്ടുകാരത്ത് കുസ്തി പിടിക്കണം. അവരാരും ഒന്ന് പെട്ടെന്ന് പാടിയിട്ടൊന്നും പോകുന്നില്ല. വളരെ ചുരുക്കം പാട്ടുകാരുടെ പെട്ടെന്ന് പാടിയിട്ടുണ്ട്. മധുബാലകൃഷ്ണൻ അല്ലെങ്കിൽ കാർത്തിക്, അങ്ങനെ ചില പാട്ടുകാര്, അൻവർ സാത്തൊക്കെ കുറെ പാടിയിട്ടുണ്ട്, വിധു, അവരൊക്കെ ഒരു വിധം പാടും. പക്ഷെ ഒരുപാട് പാട്ടുകാരെ 4-5 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. കാര്യം അവര് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വളരെ കുറച്ച് പാർട്സും കുറെ ആൾക്കാർ ചെയ്യണ പരിപാടികൾ, അവര് ദിവസങ്ങൾ ഷൂട്ട് ചെയ്യണ റെക്കോർഡ് ചെയ്യുന്ന പാട്ടുകൾ ഒരുപാട് സ്ട്രെയിഞ്ച് ആയിട്ടാണ് ആ പാട്ടുകൾ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ പുള്ളിക്ക് പറഞ്ഞാൽ പുള്ളിയുടെ രീതി ഉണ്ട്, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളി സമ്മതിക്കില്ല. ആ രീതി മനസ്സിലാക്കിക്കൊണ്ടാണ് പുള്ളിയുടെ ഇത്രയും വർക്ക് ചെയ്തത്. വേറെ 1-2 ആൾക്കാർ വന്നിട്ടുണ്ട്. ആര്യ എന്ന് പറയുന്ന സിനിമ സഞ്ജീവ് ലാല്, ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ചേട്ടന്റെ പേര് പറഞ്ഞ് സഞ്ജീവ് രാജ് എന്നാ പേര്. ഞാൻ പുള്ളിയുടെ അടുത്ത് കുറെ സോറിയൊക്കെ, ചേട്ടാ മാപ്പ് ക്ഷമിക്കണം. പുള്ളി മ്യൂസീഷ്യനാണ്, പ്രൊഡ്യൂസറാണ്, തിരുവനന്തപുരംകാരനാണ്. അതൊരു എങ്ങനെ ഈ പറഞ്ഞു വന്നപ്പോഴേ ലാല് രാജായി പോയി. പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ അണ്ണാ സോറി കാര്യം പുള്ളി നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ചേട്ടനെ പോലെ നല്ലൊരു മനുഷ്യനാണ്. നമുക്ക് എപ്പോഴും ഈ കാര്യങ്ങളും പുള്ളിയെ ഇട്ടിട്ട് പോയതാ. കാദർസിനെ സഹിക്കാൻ പറ്റാത്തോണ്ട് ഒരു പടത്തിലൊക്കെ ഇട്ടിട്ട് പോയതാ. കാദർസിന് വർക്കൊക്കെ തന്നു, കാര്യങ്ങളൊക്കെ ശരി തന്നെ. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഈ ഡബിങ് പടങ്ങളോട് പാട്ടുകാരുടെ നമുക്കൊരു നിലയും വിലയുണ്ട്, അതൊക്കെ സംബന്ധിച്ചു. പക്ഷെ സാമ്പത്തികമായിട്ട് ഭയങ്കര ശോകമായിരുന്നു. സാരമില്ല, വിഷമിക്കേണ്ട. ഒന്നുമില്ലെങ്കിലും ഈ ഇത്രയും പടങ്ങള് ഹിറ്റായി അല്ലു അർജുൻ എന്ന് പറയുന്ന സൂപ്പർ താരത്തിന്റെ വളർച്ചയ്ക്ക് ആ പാട്ടിൽ കൂടെയെങ്കിലും നല്ല ക്വാളിറ്റി. അല്ല, എന്റെ സന്തോഷം ഇപ്പോഴും കാണുന്നത് ഈ പാട്ടുകള് ഇപ്പോഴത്തെ കുട്ടികളുടെ എല്ലാ ചെറുപ്പക്കാരുടെ ഫോണുകളിൽ ഈ പാട്ടുകളെ കേൾക്കണം. പിന്നെ കോളേജസിൽ പോകുമ്പോ മറ്റേ പണ്ടേ ചുമ്മാത്തുള്ളതേ ഈ ഡാൻസ് ഇപ്പൊ കോളേജസിലും സ്കൂളിലും ഏറ്റവും കൂടുതൽ കൊറിയോഗ്രാഫി ഉപയോഗിക്കണ മിക്സ് ചെയ്യണ പാട്ട് നമ്മുടെ ഈ ബന്ധുക്കാർക്കും നാട്ടുകാർക്കൊക്കെ അറിയാവോ? ഇത്രയും ബന്ധുക്കാർക്കും വലുതായിട്ടൊന്നും, എന്റെ വൈഫിനും മക്കൾക്കൊക്കെ എത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുള്ളൂ, ബാക്കി ആർക്കും അറിയത്തില്ല. അവനെന്തൊക്കെ ചെറിയ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പോണ്, തട്ടിമുട്ടി രക്ഷപ്പെടുന്നു പോകണം എന്നുള്ളതല്ലാതെ, പിന്നെ അവിടെ ഷോ ഉണ്ട് ഇവിടെ ഷോ ഉണ്ട് വർക്കുകൾ ഇറങ്ങുന്നു പറയുന്നതല്ലാതെ ഈ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ബന്ധുക്കളെ ആർക്കും അറിയില്ല. ഇവിടെ കളമശ്ശേരി പോയി ഞാൻ വന്നിട്ട് 15 വർഷമായി. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ. ഞാൻ എല്ലാവരും ഇടപെടൽ, പക്ഷെ ആർക്കും അറിയില്ല ഞാൻ മ്യൂസിക് ഡയറക്ടർ അറിയില്ല. മ്യൂസിക് ഡയറക്ടർ അറിയാം, പക്ഷെ ഇത്ര വലിയൊരു സംഭവത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അല്ല, ഒരു 10-32 വർഷത്തെ അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഇത്രയും സീരിയലൊക്കെ ചെയ്തിട്ട് ഒരുപാട് സിനിമക്കാരായിട്ട് ഒരുപാട് അനുഭവം ഉണ്ട്. ഞാൻ പിന്നെ ഡൽഹിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സംഗീതത്തിലെ മഹാരഥന്മാരായിട്ട് സക്കീർ ഹുസൈനും അല്ലാരഖ അങ്ങനെയുള്ളവരായിട്ട് വേദി പങ്കിട്ടിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ കഥകളൊക്കെ വേറെ എല്ലാം വേറൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ ഇനി ഒന്നുകൂടെ എന്നിട്ട് വേണം ആൾക്കാരെ വെറുപ്പിച്ച് നിങ്ങളുടെ ചാനലിൽ കൂട്ടാൻ. ഇപ്പൊ ഉള്ളത് ഇത്രയും പോരെ. ഇല്ല, എത്രയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ തുറന്നു പറയാൻ നമ്മുടെ ചാനലിൽ കൂടെ പറ്റിയില്ലേ? അതൊരു കാര്യം ഞാൻ തീരുമാനിച്ചിരുന്നു, സത്യങ്ങൾ പറയണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കിടന്ന ഇത് നമുക്ക് തന്നെ സ്വയം തോന്നുന്നു. കാര്യം നമ്മളൊന്നും ആയിട്ടില്ല, നമ്മുടെ പല സ്ഥലത്തുള്ള അവഗണന കാണുമ്പോൾ അയ്യോ നമ്മൾ ഇത്രയും ഏറ്റവും താഴ്ന്ന ആളായി പോയല്ലോ എന്നൊക്കെ തോന്നുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ഇനിയും പല സത്യങ്ങളും പറയാനും പല കാര്യങ്ങളും തുറന്നു പറയാനും തീർച്ചയായിട്ടും അജിത് സുകുമാരൻ എന്ന മ്യൂസിക് ഡയറക്ടറായിട്ട്
അല്ലു അർജുന്റെ അടുത്ത പടം റിലീസ് ആവുമ്പോ നമുക്കൊന്ന് കാണണം. അല്ലു അർജുന്റെ ഫാൻസുകാരെല്ലാരും കൂടെ കയറി ചെയ്യണം. ഇത് വരെ ഇത്രയും പടം. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ പാട്ടുകളെ, അല്ലു അർജുന്റെ പാട്ടുകളെ പറ്റി സംസാരിക്കാം. പാട്ടുകൾ അത് ആൾക്കാർക്ക് നല്ല രസം. ഇത് ഈ ആൾക്കാരെ കുറ്റം പറഞ്ഞ് നമുക്കും ഈ നമ്മുടെ കാര്യങ്ങളെ പുറത്തൊരു നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യങ്ങളല്ല, കുറ്റങ്ങൾ കൂടുതൽ പറയപ്പോഴേ. ഇവിടെ തന്നെയാണ് നമ്മുടെ അല്ലു അർജുന്റെ സിനിമയിലെ പാട്ട് പാടിയിട്ടുള്ള ചേച്ചിയൊക്കെ താമസിക്കുന്നല്ലേ ഇതേ. അതെ അതെ, ഇവിടെ തന്നെയാണ് ശോഭാ ശിവാനി സിംഗർ അടുത്ത്. അപ്പൊ അജിത്തേട്ടാ, ഇത്രയും നേരം നമ്മുടെ അടുക്കൽ ഈ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു, കുറച്ച് വേദനകളൊക്കെ സംസാരിച്ചു. അപ്പൊ ഇനി ഒരു ഇരിപ്പും കൂടെ നമുക്കൊന്ന് ഇരിക്കണം. അല്ലാതെ രതീഷേണ്ടാണ്, എനിക്ക് മാനസികമായിട്ട് അടുപ്പമില്ലാത്ത ഒരാൾക്കാരാണ് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. നമ്മളെ മനസ്സിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഔപചാരികതയോടെ സംസാരിക്കുകയുള്ളൂ. നമ്മള് ആഴ്ചയിൽ 3-4 ദിവസം ഞാൻ വിളിക്കില്ലെങ്കിൽ നീ എന്നെ കൃത്യമായിട്ട് വിളിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഞാൻ അറിഞ്ഞില്ല ഇത്രയും വലിയൊരു പ്രതിഭയാണ് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നില്ല. നമ്മളൊക്കെ എല്ലാരെയും പോലെ കഴിവുള്ളവരും അങ്ങനെ പ്രതിഭ, എല്ലാവരിലും പ്രതിഭയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അയിത്തേട്ട വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇരിക്കണം. അയിത്തേട്ടന്റെ കുറെ വിശേഷങ്ങൾ, പ്രത്യേകിച്ചും അല്ലു അർജുന്റെ ഓരോ പടത്തിലെ പാട്ടിനെ കുറിച്ചും ഇപ്പൊ സീരിയലുകളെ കുറിച്ചും പിന്നെ പാട്ടുകാരെ കുറിച്ചും ഇവരെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് വീണ്ടും നമുക്ക് ഒരു എപ്പിസോഡും കൂടെ ആയിട്ട് നമുക്കൊന്ന് ഇരിക്കണം, കാണാം. വളരെ സന്തോഷം. എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പറയാനുള്ളത്, ഇതൊക്കെ ചെറിയ ചെറിയ സത്യങ്ങൾ മാത്രമാണ്. ഇതിനെക്കാട്ടും ഭീകരമായ സത്യങ്ങളും അനുഭവങ്ങളും ഒരുപാടുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങളെയും കൂടെ മൂടുകളേണ്ട കാര്യമില്ല. ഞാനൊന്ന് പറയാതിരിക്കുന്നത്, ഓരോ കലാകാരന്മാരും ഈ ലൈം ലൈറ്റിൽ വന്നെത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് അവർ അംഗീകരിക്കുള്ളൂ. അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡ് ഇവൻ എന്നെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അല്ലു അർജുൻ്റെ പാട്ടുകളുടെ സംഗീതത്തെപ്പറ്റി സംസാരിക്കാം. ആ പാട്ടുകളുടെ റെക്കോർഡിങ്ങുള്ള കാര്യങ്ങളും അതിൻ്റെ സിറ്റുവേഷൻസ്, എങ്ങനെയാണ് ആ പാട്ട് പാടിച്ചത്, എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. എന്തായാലും വളരെ നന്ദി മിഖാസ്, അല്ലേ? അതെ അതെ അതെ. മിഖാസിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാരൻ രതീഷിനും നന്ദി. ഓക്കെ, താങ്ക് യു.